ഞങ്ങൾ ബാക്കി പിന്തുടർന്ന് പോയോണ്ടിരിക്കുകയാണ്. ആരെയും കാണാനില്ല കേട്ടോ ഇവിടെ. എന്നാലും പോയി നോക്കാം എന്താണ് എന്നുള്ളത്. വല്ല നിഗൂഢതകൾ ഒളിക്കുന്നുണ്ടെങ്കിലോ. അങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോകുന്നത്. അപ്പോൾ ഒരറ്റ എത്തിയിട്ടില്ല, പോയോണ്ടിരിക്കുന്നുണ്ട്. ശാന്തസുന്ദരമായ സ്ഥലമാണ്. ഇത്രയും പ്രൈവസി വേറെ എവിടെ കിട്ടുമെന്ന് തോന്നണമില്ല. എന്തായാലും വരുന്ന കപ്പിൾസിനൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമാണിത്. പാമ്പിൻ്റെ ശല്യം നന്നായിട്ടുണ്ട് എന്നുള്ളത് കണ്ടാൽ തന്നെ തോന്നും. അങ്ങനെ ഞങ്ങൾ എത്തിയോ ചോദിച്ചാൽ എത്തിയില്ല എന്നാണ് പറയാം. ഞങ്ങളിങ്ങനെ കയറി കയറി കതച്ചു തുടങ്ങിയിട്ടാ. എന്തായാലും അങ്ങനത്തെ പരിപാടികൾ. എന്തായാലും പറ്റിയ സ്ഥലമാണ്. വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ പവലിയൻ എന്ന കെട്ടിടത്തിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് എത്തി തുടങ്ങി. കാട് പിടിച്ച അന്തരീക്ഷമാണ്. ഇതിൻ്റെ അപ്പുറത്ത് വെള്ളം, മറ്റേ നമ്മൾ ആദ്യം മുന്നേ വന്നപ്പോൾ ഉള്ള വീഡിയോയിലുണ്ട്, അവിടെ വെള്ളം കാണുന്നത് കാണാമല്ലോ. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ്. ഇവിടെ ആളുകളുണ്ട്, ഇതാ ഓരോരുത്തർ വരുന്നുണ്ട്. ഇവിടെ ഒരു ഷട്ടർ ഇട്ട ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതെന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയുള്ളൂ. ഞങ്ങളങ്ങനെ എത്തി. ഒരു വലിയൊരു പൈപ്പ് എടുക്കണം. ഈ പൈപ്പ് ചാടി കടന്നിട്ട് വേണം അങ്ങോട്ട് കിടക്കാൻ. ഇനി അങ്ങനെ പവലിയൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ നടന്നെത്തുന്നുണ്ട്. ഇത് ഓപ്പൺ മുന്നിലല്ല, ഇതേ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ടാങ്കിലൊക്കെ വെള്ളം ഇങ്ങനെ ശേഖരിച്ചിട്ട് വെച്ചിട്ട് കാണാം. ഇവിടെ ഇരിക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊരു പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു ആളൊഴിഞ്ഞൊരു ബിൽഡിങ്. അതിൽ ഇരിക്കാനുള്ളതുണ്ട്. പിന്നെ ഭയങ്കര നിശബ്ദമാണ്. എക്കോ എടുക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നതൊക്കെ. എന്തായാലും ഇവിടെ വരുന്നവരെന്തായാലും കണ്ടവരുണ്ടാവാം, കാണാത്തവരെന്തായാലും ഇവിടേക്കൊക്കെ ഒന്ന് വന്നോളൂ. ദൂരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ